അൻവർ പറഞ്ഞല്ലേ, അൻവർ പറഞ്ഞിടത്തിലാണോ ഇപ്പൊ കേരളം നിൽക്കുന്നത്? അൻവർ പറഞ്ഞാൽ അദ്ദേഹത്തിന് പരാതി, ന്യായമായ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചാൽ നിശ്ചയമായ അന്വേഷണം നടക്കുന്നത്. അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറഞ്ഞില്ലേ. അദ്ദേഹത്തിൻ്റെ പരാതി കിട്ടിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ എന്താ പോലീസിനുള്ള നിലപാടെന്നുള്ളത്, പോലീസ് എന്തായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ. അന്വേഷണത്തിന് വിട്ടതോ 3 DGPമാരെയാണ് ചുമതലപ്പെടുത്തിയത് അന്വേഷിക്കാൻ. കാരണം ഈ DGPൻ്റെ താഴെയുള്ള ആളുകളെ പറ്റിയാണല്ലോ പരാതി. 3 DGPമാരെ മുഖ്യമന്ത്രി ഇവിടുത്തെ കേരള DGPയുടെ നേതൃത്വത്തിൽ 3 DGPമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് എന്താ ചെയ്യാൻ കഴിയുക? അവർ അന്വേഷണം വരട്ടെ, അവർ നീതിപൂർവ്വം അന്വേഷിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ നടുവിലും കേരളം ഈ ഹോം ഡിപ്പാർട്ട്മെന്റിൽ കേരളം അവാർഡ് വാങ്ങിയില്ലേ? അത് കാര്യം ശ്രദ്ധയില്ലേ? ഇതിന്റെ എല്ലാ നടുവിൽ അമിത്ഷാ കേരളത്തിലെ DGP കൊടുത്തല്ലോ, അവാർഡ് കൊടുത്തല്ലോ. വാങ്ങിയതിനാണ്. അതൊരു അംഗീകാരമല്ലേ, കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമല്ലേ അത്? കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അറിയാം. ഏത് കുറ്റവാളികള്? എന്താ അത്? അത് വാക്കുപിഴയായിട്ട് കണക്കാക്കിയാൽ മതി. അത് വാക്കുപിഴയായിട്ട് കണക്കാക്കിക്കോ. വാക്കുപിഴ എന്ന് പറഞ്ഞ ജനങ്ങളത് എഴുതിക്കളിയില്ലേ? കുറ്റവാളി എന്ന് ഞാൻ പറയാൻ കാരണം കുറ്റവാളികളാണെന്ന് ആരോപണമുള്ളവരാണ്. അവരെ കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല. അത് നിങ്ങൾ ആ നിലയിൽ കണക്കാക്കണം, അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട, അത് വേണ്ട. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യം. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ്. എനിക്ക് വളരെ സന്തോഷമാണ് അതിൽ. ഒരു തെറ്റ് എൻ്റെ കയ്യിൽ നിന്നൊരു നാക്കുപഴു വന്നു കഴിഞ്ഞാൽ പത്രപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് പറയുന്നത് അതൊരു വലിയ സഹായമായിട്ടാണ് ഞാൻ കണക്കാക്കുക. ഞാനീ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധ്യമാകുന്നില്ലേ? ഞാൻ ഗവൺമെന്റിന്റെ സമീപനം പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാട് പറഞ്ഞു, CPMന്റെ നിലപാടും ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ADGP സഹായിക്കാനാണ് നിങ്ങൾ കണക്കാക്കുന്നത്? പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലാ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാ? നിങ്ങളുടെ മനസ്സിൽ ആ ധാരണ ഉണ്ടാകാം. ആ ധാരണ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ നിലപാട് ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ബാക്കി കാര്യം പിന്നെ നമുക്ക് ആലോചിക്കാം. ആയിക്കോട്ടെ, PV അൻവർ അതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു അംഗമാണ് PV അൻവർ. അദ്ദേഹം കേരള നിയമസഭയിലെ ഒരു MLA ആണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ. അപ്പം PV അൻവറാണ് എല്ലാം നയരൂപീകരണം നടത്തുന്നുള്ള ധാരണയിൽ നിൽക്കരുത്. PV അൻവർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഗൗരവത്തിലെടുത്ത് അത് പരിശോധിക്കാണ് ഗവൺമെന്റ്. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്താ നിലപാടെന്നുള്ളത് നോക്കാം. PV അൻവറിൽ അതിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. PV അൻവർക്കും അൻവർ അതിന് മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് അൻവർ ഇതുവരെ സംസാരിച്ചിരുന്നത്. കുറ്റപ്പെടുത്തിയിട്ടല്ല. പറയുന്ന കാര്യങ്ങൾ അതല്ലേ പറയുന്നത്. അദ്ദേഹം ഇപ്പം പറയുന്ന ഏത് കാര്യങ്ങളാണ് സ്വീകരിക്കാത്തത്? ഇപ്പം അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം കുറച്ച് ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ അന്വേഷിച്ച് നിജസ്ഥിതി കണ്ടെത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അത് അൻവറായിട്ട് ആലോചിച്ചതൊന്നും സബൂറാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ലല്ലോ. അൻവറുമായിട്ട് സംസാരിച്ച് ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന നിലപാട് അൻവറോടാരും സംസാരിച്ചിട്ടില്ലല്ലോ. അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ മേലെ ഗൗരവമായ അന്വേഷണം നടത്തി തീരുമാനത്തിലെത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിൽ പുറകോട്ട് പോകുന്ന പ്രശ്നമല്ല. അതിന് കുറച്ച് വിശ്വസിക്കാം. അല്ല, P. ശശിക്കുള്ള ആരോപണം അദ്ദേഹം എഴുതി കൊടുത്തില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ? അദ്ദേഹം എഴുതി കൊടുത്ത ആരോപണത്തിൽ P. ശശിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയും അദ്ദേഹം P. ശശിക്കെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം എഴുതി കൊടുത്തോട്ടെ, ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കും. എനിക്കറിയില്ല. പാർട്ടിയുടെ മുമ്പിൽ P. ശശിക്കെതിരായിട്ടുള്ള ഒരാരോപണമില്ല. CPIM സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പാകെ
ഒരാരോടും പി ശശിക്കെതിരായിട്ട് ഇതുവരെ റിട്ടേണായിട്ട് വന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞാൽ മീഡിയാസ് ചർച്ച ചെയ്ത കാര്യങ്ങളും പിന്നെ ഇങ്ങനെയൊക്കെ അൻവർ പറയുന്നു എന്നൊക്കെ നിങ്ങൾ എന്നെ ഇവിടെ പറയുന്നുണ്ടല്ലോ. അത്തരം അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇല്ല, വാക്കാലുള്ള ഒരു അലിഗേഷൻ ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് പിന്നെ കാണാമല്ലോ ഇനി. ആയിക്കോട്ടെ. നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ മതി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോയാൽ മതി നമുക്ക്, അല്ലേ? ഞങ്ങൾ കുറച്ചുകൂടി വിശദമായി കേരളത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ, അതിലെന്ത് നിലപാടെടുക്കണം, ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രാഥമിക ആലോചന ഞങ്ങൾ ഇന്ന് നടത്തിയിട്ടുണ്ട്. തുടർന്ന് കുറച്ചുകൂടി ശക്തമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി അതാ മധ്യത ഇന്ന് LDF വന്നിട്ടില്ല.